ഹായ്, ഒരു കഥ പറയട്ടെ. എനിക്കെല്ലാം വിളിക്കുന്നു. പണ്ടൊരിടത്ത് ചട്ടമ്പി കല്യാണിയായ ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു കേട്ടോ. ഈ അമ്മൂമ്മയ്ക്ക് അതിനേക്കാട്ടി ചട്ടമ്പിയായിട്ടുള്ളൊരു മോനും ഉണ്ടായിരുന്നു. ഈ മോൻ്റെ പേര് നാരായണൻ എന്നായിരുന്നു കേട്ടോ. ഈ അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ നല്ല പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ എന്നാലും ഇച്ചിരി മോശമായിട്ട് അമ്മൂമ്മയായിരുന്നു കേട്ടോ. ഈ അമ്മൂമ്മ ഡെത്തായി കഴിഞ്ഞിട്ട് ഈ അമ്മൂമ്മ സ്വർഗത്തിൽ പോയി. അപ്പോൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം ഈ അമ്മൂമ്മയ്ക്ക് ഈ ചട്ടമ്പി കല്യാണി ആയിരുന്നില്ലാലും ഈ അമ്മൂമ്മയ്ക്ക് മോന് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഈ മോനുണ്ടല്ലോ, ഈ അമ്മൂമ്മ മരിച്ച സമയത്ത്, അതായത് മോൻ്റെ അമ്മ മരിച്ച സമയത്ത് പോലും എന്താ പറയുക, ഈ അമ്മയുടെ അടുത്തൊന്നും ചെല്ലുക, അമ്മയെ കാണാനൊന്നും ചെല്ലുക ഒന്നും ചെയ്തില്ല. പക്ഷേ ഈ അമ്മയ്ക്കാണെങ്കിൽ മോനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു, മോനെ കാണണമെന്നുള്ള ആഗ്രഹം ഭയങ്കര കൂടുതലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ അമ്മമ്മ ഡെത്തായെന്ന് പറഞ്ഞല്ലോ, ഡെത്തായി. അത് കഴിഞ്ഞിട്ട് ഈ മകന് കുറേ നാളൊക്കെ കഴിഞ്ഞ് മകനും കുറേ നാൾ കഴിഞ്ഞ് പ്രായമൊക്കെ ആയിട്ട് മകനും മകൻ ഡെത്തായി കഴിഞ്ഞിട്ട് എന്താണെന്നറിയാമോ, മകനാണെങ്കിൽ ദൈവത്തിനടുത്തേന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ പറയുമല്ലോ ദൈവത്തിനടുത്തിട്ട്. ഇത് സ്റ്റോറിയാണ് കേട്ടോ, എന്നെ ട്രോളാൻ വരരുതാരും. അന്നേരം ദൈവത്തിനടുത്ത് അപ്പോൾ ദൈവം ചോദിച്ചു, ദൈവം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ പറഞ്ഞു, നീ നരകത്തിലോട്ടാണ് പോകുന്നത്, പക്ഷെ നിൻ്റെ അമ്മ സ്വർഗത്തിലോട്ടാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം ഈ മോൻ ചോദിച്ചു, അയ്യോടാ എന്നെക്കാട്ടി ചട്ടമ്പിയായിരുന്നല്ലോ എൻ്റെ അമ്മ, എന്നിട്ട് അമ്മ സ്വർഗത്തിൽ, ഞാനെങ്ങനെ നരകത്തിലും വന്നത്, എന്താ അമ്മ സ്വർഗത്തിൽ വരാനുള്ള റീസൺ, നീയാണ് നിൻ്റെ അമ്മ സ്വർഗത്തിൽ വരാനുള്ള റീസൺ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കൻ്റെ പ്രായമായ പോയി, അയ്യോ ഞാൻ എന്തോ ചെയ്തിട്ട്, ഞാൻ അമ്മയൊന്നും കാണാൻ പോലും ചെന്നില്ലായിരുന്നല്ലോ, അമ്മയ്ക്ക് അമ്മയ്ക്ക് ആഹാരം കൊടുക്കത്തില്ല, അമ്മയെ നോക്കത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നില്ല, പക്ഷെ ഞാൻ കാരണം എങ്ങനെ അമ്മ സ്വർഗത്തിൽ വന്നു. അപ്പോൾ ഈ ദൈവം ചോദിച്ചു, എന്താ നിൻ്റെ പേര്? അപ്പം പറഞ്ഞാൽ എൻ്റെ പേര് നാരായണൻ. നിൻ്റെ അമ്മ നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് മരിക്കുന്ന സമയത്ത് പോലും നാരായണ 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 എന്ന് വിളിച്ചുകൊണ്ട് തന്നെ ആയിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നാരായണനെ വിളിക്കുന്ന ആർക്കും ഒരു കാലത്തും ഒരു അപകടം ഉണ്ടാവാനുള്ളൊരു സാധ്യതയില്ല. അതിപ്പോൾ ജീവിച്ചിരുന്നാലാട്ടെ മരിച്ചാലാവട്ടെ, നാരായണ നാരായണ എന്ന് വിളിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ പേര് നാരായണൻ ആയതുകൊണ്ട് ആ അമ്മൂമ്മ അത്ര ചട്ടമ്പി കല്യാണി ആയിട്ട് പോലും അമ്മൂമ്മയ്ക്ക് സ്വർഗരാജ്യം കിട്ടി. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എത്രയെന്ന് വെച്ചാൽ എല്ലാവരും പാപങ്ങൾ ചെയ്യട്ടെ, എല്ലാവരും ദുഷ്ടതകൾ ചെയ്യട്ടെ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഓരോ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും ചെറിയ ചെറിയ തെറ്റുകളും ഒക്കെ ചെയ്തു പോകും. പക്ഷേ അതൊക്കെ നമ്മൾ ഭഗവാൻ ശ്രീ നാരായണനെ സമർപ്പിച്ചാൽ ഒരു പക്ഷേ നമ്മൾ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സർവം ശ്രീ നാരായണായേതി സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് എല്ലാം ചെയ്തോളൂ, എല്ലാം ശരിയാവും.